ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ കൂടുതൽ എമൗണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നാരങ്ങയുടെ അളവൊക്കെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അത്യാവശ്യം തണുത്തിട്ടുള്ള 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ നല്ല പോലെ തന്നെ ഇഞ്ചിയും ഏലക്കൊക്കെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ശർക്കരയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരപ്പാനിക്ക് പകരം തേന് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരിക്കണമെന്നൊന്നുമില്ല, അരിക്കാതെ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയുടെ ഏലക്കയുടെ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമല്ല, 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ലൈം ജ്യൂസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആ ശർക്കര പാനിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. നല്ല ഹെൽത്തിയാണ്, അതേപോലെ തന്നെ നമുക്ക് നല്ല റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു ഡ്രിങ്കാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്